ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം. കഴിഞ്ഞ പാർട്ടിൽ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇത് കാണരുത്. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് എൻ്റെ വീഡിയോ നോക്കിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലേ നോക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ്റെ പാർട്ട് 2 ആണ് എടുക്കാമോ. നമുക്ക് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നു. അതെല്ലാം ചെയ്തെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. C+O2 ഗീവ്സ് CO2 അല്ലേ. C+O2 CO2 എന്ന് നമുക്ക് തരും. ഫസ്റ്റ് നിങ്ങൾ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റ് സൈഡ് കണക്കൊരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ച് C എങ്ങനെയാണ്, റിയാക്റ്റൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലും ഒന്നേ ഉള്ളൂ. ഇനി O ആണെങ്കിലോ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റ് സൈഡിലും 2 വീതം. അപ്പോൾ രണ്ടിൽ ഈക്വൽ. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടാണ്. ഇത് ഓൾറെഡി ബാലൻസ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. CH4 + 2O2 ഗീവ്സ് CO2 + 2H2O. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ C രണ്ട് സൈഡിൽ നോക്കുന്നു. ഇവിടുത്തെ ഇതാണ്ട് റിയാക്റ്റൻറ്റ് സൈഡിലെ C ഒന്നേ ഉള്ളൂ, അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലും C ഒന്നേ ഉള്ളൂ. റിയാക്റ്റൻറ്റ് സൈഡിൽ H4 ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ H4 ഉണ്ട്. 2 × 2 4 ആണ്. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ O എന്ന് പറയുന്നത് 4 ആണ്. 2 × 2 4 ആണ്. ഇനി പ്രൊഡക്റ്റ് സൈഡിലും 4 ആണ്. അതെങ്ങനെയാണ്? പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ ദാണ്ട് ഇത് ഈ 2 എന്ന് വെച്ചാൽ രണ്ടിനും ബാധകമാണ് അല്ലേ, ഇതിനും ബാധകമാണ്. അപ്പോൾ ഈ 2ഉം ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 4 എന്ന് കിട്ടുന്നു. സോ ദിസ് ഈസ് ഓൾസോ എ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ. ഇതും ഓൾറെഡി ബാലൻസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. N2 + O2 ഗിവ്സ് NO. ആദ്യം നമ്മൾ റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് റിയാക്റ്റൻറ്റ് സൈഡിൽ N2 എത്ര എണ്ണം ഉണ്ട്, സോറി N എത്രയുണ്ട്, 2 എണ്ണം അല്ലേ. പ്രൊഡക്റ്റ് സൈഡിൽ N ഒന്നേ ഉള്ളൂ. ഇനി റിയാക്റ്റൻറ്റ് സൈഡിലെ അടുത്തത് O എത്രയുണ്ട്, 2 ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണം അല്ലേ. നമുക്കിത് ബാലൻസ് ചെയ്യണം. ഒരു റിയാക്റ്റൻറ്റ് സൈഡിലെ പ്രൊഡക്റ്റ് സൈഡിലും വേരിയേഷൻ ഉണ്ട്. 2ഉം 1ഉം ആയിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപടി ആദ്യം ഇക്വേഷൻ എഴുതുന്നു. N2 + O2 ഗീവ്സ് NO എന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് സൈഡിലാണ് 2 ആക്കേണ്ടത്. ഇതാണ് പ്രൊഡക്റ്റ് സൈഡ്, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. സോ ഇത് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. H2 + I2 ഗീവ്സ് HI. ഓക്കെ, റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്നു. റിയാക്റ്റൻറ്റ് സൈഡിൽ H2 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ H1 ആണ്. റിയാക്റ്റൻറ്റ് സൈഡിൽ I2 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ I1 ആണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആദ്യ ഇക്വേഷൻ അതേപടി എഴുതുന്നു. H2 + I2 ഗീവ്സ് HI. H2 + I2 ഗീവ്സ് HI എന്ന് എഴുതുന്നു. പ്രൊഡക്റ്റ് സൈഡിലാണ് 2 വരേണ്ടത്. കണ്ടോ, പ്രൊഡക്റ്റ് സൈഡിലല്ലേ 2 വരേണ്ടത്. ആ 2 ഇട്ട് കൊടുക്കുന്നു. സോ ഈ ഇക്വേഷനും ബാലൻസ്ഡ് ആയി. എല്ലാം സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഇക്വേഷൻസ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. Fe + HCl. Feയും HClഉം നമുക്ക് FeCl2 + H2 എന്ന് തരും. Fe + HCl ഗിവ്സ് FeCl2 + H2. ഓക്കെ, അടുത്തത് റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്നു. റിയാക്റ്റൻറ്റ് സൈഡിൽ Fe എന്ന് പറയുന്നത് 1 ആണുള്ളത്. 1 അല്ലേ ഉള്ളത്, എഴുതി. പ്രൊഡക്റ്റ് സൈഡിൽ Fe 1 ആണുള്ളത്. അടുത്ത നമ്മൾ H ആണ്. H റിയാക്റ്റൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, അതുപോലെ പ്രൊഡക്റ്റ് സൈഡിൽ 2 ഉണ്ടല്ലേ. അടുത്തത് Cl എഴുതുന്നു. Cl റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര എണ്ണം ഉണ്ട്? റിയാക്റ്റൻറ്റ് സൈഡിൽ Cl 1 ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ Cl 2 ഉണ്ട്. അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യണം. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം Fe + HCl ഗീവ്സ് FeCl2 + H2 എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ വേരിയേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് സൈഡിലാണ് അല്ല സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് റിയാക്റ്റൻറ്റ് സൈഡിലാണേ.
വേരിയേഷൻ ഉള്ളത്? റിയാക്റ്റൻറ്റ് സൈഡിലല്ലേ എച്ചും സി എല്ലും 1 ആയിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് സൈഡിൽ 2 നോക്കുമ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലാണ് വേരിയേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റിയാക്റ്റൻറ്റ് സൈഡിൽ ഈ എച്ച് സി എൽ ഒത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ അല്ലേ? ഇത് സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ അല്ലേ? തന്ന എല്ലാ ഹോംവർക്കും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഇത് കണക്ക് ഏതെങ്കിലും ഒന്നിനൊരു 2 ഇട്ട് കൊടുത്താൽ അവിടെ വെച്ച് ബാലൻസേഷൻ തീരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത്രയും സിമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ഇക്വേഷൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. CO2 plus C gives CO2. Sorry, CO2 plus C gives CO. ഓക്കെ, CO2 C നമുക്ക് CO തരുന്നു. റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് സൈഡ് എഴുതിയിട്ടുണ്ട് ഞാൻ. റിയാക്റ്റൻറ്റ് സൈഡിൽ C എത്ര ഉണ്ട്? 2 ഉണ്ട്. എങ്ങനെയാണ്? ഈ ഒരു സിയും ഈ ഒരു സിയും. സോ 2. O ആണെങ്കിലോ 2 ഉണ്ട്. ഓക്കെ, അടുത്തത് പ്രൊഡക്റ്റ് സൈഡിൽ C എത്ര ഉണ്ട്? 1. O 1. നമുക്ക് ബാലൻസ് ചെയ്യണം. ആദ്യം നമ്മൾ എഴുതേണ്ടത് CO2 പ്ലസ് C ഗീവ് CO എന്ന് ഇക്വേഷൻ അതേപടി എഴുതിയിട്ട് പ്രൊഡക്റ്റ് സൈഡിലാണ് വേരിയേഷൻ ഉള്ളത് 2 ആക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് സൈഡിൽ 2 ആക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ്റെയും പ്രൊഡക്റ്റ് സൈഡ് തന്നെ ചൂസ് ചെയ്യുന്നു. അതിൻ്റെ പ്രൊഡക്റ്റ് സൈഡിലും 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്ന എല്ലാ ഹോംവർക്ക് ക്വസ്റ്റ്യൻസും ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ചിട്ട് അത് നിങ്ങൾ തന്നെ നോക്കുക. അത് ചെയ്യാനായിട്ടൊന്നുമില്ല. അത് നമ്മൾ ആദ്യം ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ആദ്യം ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇത് കണക്ക് തന്നെയാണ്. ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതിൽ ബോക്സ് വരയ്ക്കുക, എന്നിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ എഴുതുക. അത്രയേ ഉള്ളൂ. ഇത് വെച്ച് ഇതണക്ക് തീരും. അതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് തിരുത്തി തരാം. എന്ന് വെച്ചാൽ അത് ബാലൻസ്ഡ് അല്ലെങ്കിൽ അന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഞാൻ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയില്ല. അത് ബാലൻസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണം പറയാം അത് ശരിയാണോ അല്ലേന്ന്. ഓക്കെ, അത് ട്രൈ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റിൽ നൗ ഹോംവർക്കായിട്ട് തന്നെ തരുന്നു. അത് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്കിനെ പറ്റി. അപ്പോൾ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ ഇവിടെ തീർന്നു. ഇനി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ഇനി ഇല്ലാത്ത ഇക്വേഷൻസ് ആയിക്കോട്ടെ. ഇങ്ങനൊരു ഇക്വേഷൻ ഞാൻ നേരത്തെ ഇപ്പം നോക്കിക്കോ, C + O2 gives CO2. ഇങ്ങനൊരു ഇക്വേഷൻ ഉള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നത്. ഇനി ഇല്ലാത്തത് എടുക്കാം. C3 + O gives C3O എന്ന് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക. ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങളിതിൽ എന്താ പറയുക എക്സ്പേർട്ട് ആവത്തുള്ളൂ കേട്ടോ. ഇത് ട്രൈ ചെയ്യാം. ഇത് 8th ലും 9th ലും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചോളാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, അതുമാത്രമല്ല വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ. അതോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടോളും നോട്ടിഫിക്കേഷൻ കേട്ടതുള്ളൂ. ഓക്കെ, സോ എവരിബഡി ബൈ. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ടോപ്പിക്കും കൊണ്ട് നമുക്ക് ഇനി വരുന്ന ഒരു ദിവസം കാണാം. അതുവരെയ്ക്കൊരു ചെറിയ ബൈ.